നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പുണർദം നക്ഷത്രക്കാരുടെ 2024 വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പുണർദം നക്ഷത്രക്കാരുടെ 2024 മാർച്ച് മാസം മുതൽ 2024 ഡിസംബർ മാസം വരെയുള്ള പുണർദം നക്ഷത്രക്കാരുടെ വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പുണർദം നക്ഷത്രക്കാരുടെ മാർച്ച് മാസഫലം. മാർച്ച് മാസത്തിൽ പ്രായേണ അവസ്ഥകൾ അനുകൂലമായി വരും. സന്താനങ്ങളുമായി ചില രമ്യതക്കുറവുകൾ സൃഷ്ടിക്കപ്പെടുകയോ അവരുടെ അവസ്ഥകൾ കൊണ്ട് ക്ലേശിക്കേണ്ടതായി വരുന്നതും ആകുന്നു. എന്നാൽ തൊഴിൽ രംഗത്തും പ്രതീക്ഷിച്ച ഐശ്വര്യങ്ങളും ഉയർച്ചകളും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. എന്നാൽ മാസാന്ത്യത്തോടുകൂടി കൂടുതൽ ഊർജ്ജസ്വലത കൈവരിക്കുവാൻ സാധിക്കും. പുണർദം നക്ഷത്രം ഏപ്രിൽ മാസഫലം. അനുഭവിച്ചു വരുന്ന അനുഭവദോഷങ്ങൾക്ക് ശമനം വരുന്നതും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും തൊഴിൽ, സാമ്പത്തികം ഇവ മെച്ചപ്പെട്ടു വരികയും വിവാഹ വിഷയങ്ങളിൽ വളരെ പെട്ടെന്നുള്ള സാധ്യതകൾ കാണുന്നു. സർക്കാർ ജോലിക്ക് പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കുകയും പല പ്രകാരത്തിലുള്ള സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടിയുള്ള പരിശ്രമം ഫലവത്തായി തീരുകയും ചെയ്യും. പുണർദം നക്ഷത്രക്കാരുടെ മെയ് മാസഫലം. മെയ് മാസം പുണർദം നക്ഷത്രക്കാർക്ക് വളരെ കഠിന പ്രയാസങ്ങൾ ഉണ്ടാകുന്ന മാസമായിരിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അലട്ടും. വെള്ളത്തിൽ കൂടുതൽ സമ്പർക്കം ആവശ്യമുള്ളവരും ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും വളരെ കരുതലോടുകൂടി പ്രവർത്തിക്കുക. ഇല്ലാത്ത പക്ഷം ജലസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതകൾ കാണുന്നു. മാതാവിൻ്റെ വിയോഗങ്ങൾ, രോഗാവസ്ഥകളെ കൊണ്ടുള്ള മനോക്ലേശങ്ങളോ അനുഭവപ്പെടാം. കർഷകർക്ക് ഈ സമയം പ്രതീക്ഷിച്ച മുരടിപ്പ് ഉണ്ടാകുന്നതാണ്. പുണർദം നക്ഷത്രക്കാരുടെ ജൂൺ മാസഫലം. ആരോഗ്യപരമായും തൊഴിൽപരമായും അഭിവൃദ്ധി ഉണ്ടാകുകയും കുടുംബത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയ പല ആഘോഷങ്ങൾക്കും ഇടയുണ്ടാകുകയും സാമ്പത്തിക ഉന്നതിയെ പ്രാപിച്ച് പല ഇടപാടുകൾ നടത്തപ്പെടും. ഭാവിയെ കരുതിയുള്ള കരുതൽ, ധനനിക്ഷേപം, ചിട്ടികൾ ഇത്തരത്തിലുള്ളവയുമായി പ്രവർത്തിക്കും. കൃഷിയിൽ അഭിവൃദ്ധിയും ധനസഹായങ്ങളുടെ ലഭ്യതയും ബിസിനസ് ചെയ്യുന്നവർക്ക് ഉന്നതിയുമാകുന്നു ഫലം. പുണർദം നക്ഷത്രക്കാരുടെ ജൂലൈ മാസഫലം. ഈ കാലഘട്ടം പുണർദം നക്ഷത്രക്കാർക്ക് ഗുണങ്ങളുടെ കാലമാണെങ്കിലും അലച്ചിലുകളും മടിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കുവാനും യോഗമുണ്ട്. പുണർദം നക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസഫലം. ഓഗസ്റ്റ് മാസത്തിൽ പല പ്രതീക്ഷകൾ കൊടുത്തിരുന്ന കാര്യങ്ങളും നടക്കുവാനുള്ള യോഗമുണ്ടാകുകയും കിട്ടാനുണ്ടായിരുന്ന ധനങ്ങൾ ലഭിക്കുകയും സർക്കാരിൽ നിന്നും ലോണിൽ നിന്നും ലഭിക്കാവുന്ന പണങ്ങൾ ലഭിക്കുകയും കുടുംബശ്രേയസ് വർദ്ധിക്കുകയും ദീർഘയാത്രകൾ നടത്തുകയും ചെയ്യും. മത്സര പരീക്ഷയിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. കൃഷിക്കാർക്ക് പലവിധത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാകുവാനും സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഈ സമയം കടം കൊടുക്കുന്നത് ഒഴിവാക്കുക. പുണർദം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസഫലം. രാഷ്ട്രീയ സാമുദായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും മറ്റു പൊതുപ്രവർത്തകർക്കും നല്ല സമയമാകുന്നു. അധികാരങ്ങളോ ഉയർച്ചകളോ പ്രതീക്ഷിക്കാതെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് കാലം അനുകൂലമാകുന്നു. ഈ സമയം വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം വളരെ നല്ല രീതിയിൽ കൈവരിക്കുവാൻ സാധിക്കുന്നു. ഇവർക്ക് ആഗ്രഹാനുസരണമുള്ള വിവാഹവും വിദേശയാത്രകളും വന്നുചേരുന്നു. സാമ്പത്തിക ഉന്നതിയും അവസരലബ്ധിയും വന്നുചേരുവാനും യോഗമുണ്ടാകുന്നു. പുണർദം നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസഫലം. അനുകൂല അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെങ്കിലും പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഈ മാസം ഇവർക്കുണ്ടാകുന്നു. ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗങ്ങൾ ഉണ്ടാകുകയും സ്ഥലം വാങ്ങുവാനുള്ള യോഗവും ബിസിനസ് തുടങ്ങുവാനും മുമ്പ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് ബിസിനസ്സിൽ ലാഭങ്ങൾ നേടുവാനുള്ള ഒരു മാസം കൂടിയാണ് ഒക്ടോബർ മാസം. കാർഷിക രംഗങ്ങളിൽ ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. കലാരംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങളും സർക്കാരിൽ നിന്നും പല രീതിയിലുള്ള സഹായങ്ങളും ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. പുണർദം നക്ഷത്രക്കാരുടെ
നവംബർ മാസഫലം. സംഘർഷങ്ങളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചു വേണം നീങ്ങുവാൻ. ഉൽപാദനക്ഷമത കൈവരിക്കുവാൻ സാധിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കും. കുടുംബവുമായി ഒന്നിച്ച് പ്രതീക്ഷിക്കാതെയുള്ള തീർത്ഥാടന യാത്രകളോ മറ്റ് ഉല്ലാസയാത്രകളോ നടത്താൻ അവസരം ലഭിക്കും. പുണർദം നക്ഷത്രക്കാരുടെ ഡിസംബർ മാസഫലം. വ്യവഹാരത്തിൽ കാലതാമസം നേരിടേണ്ടതായി വരും. വാഹനങ്ങളടക്കം അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതായി വരും. അടുത്തുള്ളയാളുടെ വിയോഗം അനുഭവപ്പെടാം. കുടുംബത്ത് പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും. പോലീസ് കേസുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ബന്ധുജനങ്ങളെ കൊണ്ട് അസ്വസ്ഥതകൾ അനുഭവപ്പെടാം.